ഇല്ല. അയ്യോടാ, എന്താണ് ഡോക്ടർ പറയണേ? അമ്മേ, അമ്മേ. എന്റെ ദൈവമേ, എന്റെ പോന്ന അവസ്ഥ കണ്ടില്ലേ? എന്റെ ദൈവം, എന്റെ കുഞ്ഞ് വീണപ്പോ എന്ത് വേദന അനുഭവിച്ചിട്ടുണ്ടാവും. അക്കുച്ചേട്ടാ, എന്താ ഉണ്ടായത്? ഞാൻ ഓഫീസിലേക്ക് പോകുന്ന വഴി അരവിന്ദേട്ടൻ ബൈക്കിൽ പോകുന്നു ഞാൻ കണ്ടു. ഒന്നും സംഭവിക്കില്ല. അരവിന്ദേട്ടൻ തിരിച്ചു വരും. മാറി നിക്കണേ അങ്ങോട്ട്. ഇവരിത് എവിടെ പോയി? 10 മിനിറ്റ് എത്താമെന്ന് പറഞ്ഞിട്ട് അരമണിക്കൂർ കഴിഞ്ഞു. ഇനി കാശ് തരാതിരിക്കാനുള്ള പ്ലാനാണോ? അങ്ങനെ ചെയ്താ മേഡത്തിന്റെ ജീവിതത്തിൽ പുതിയൊരു വില്ലനായി ഞാനും ഉണ്ടാവും. ഹായ് മാഡം. എന്തായി? ഈ ബാബുക്കുട്ടനെ ഒരു കാര്യം ഏൽപ്പിച്ചിട്ട് എന്തായാലും ചോദിക്കുന്നത് ശരിയല്ല. ഞാനൊരു കാര്യം ഏറ്റെടുത്ത അത് നടന്നു എന്നർത്ഥം. മാഡം പറഞ്ഞതുപോലെ ചവിട്ടിയിട്ട് ഹോസ്പിറ്റലാക്കിയിട്ടുണ്ട്. അധികം വൈകാതെ മാഡത്തിന് കോള് വരും. ഓക്കേ, ഒരു മിനിറ്റ്. ഇക്കാര്യം ഞാനും നീയും അല്ലാതെ മൂന്നാമതൊരാൾ അറിയാൻ പാടില്ല. മാഡം പറഞ്ഞിട്ട് വേണം എനിക്കറിയാം. എന്റെ പോളിസി അത് തന്നെയാ. പണിയെടുക്കുക, കാശ് വാങ്ങിപ്പോവുക. ഇപ്പോ ഈ നിമിഷം നമ്മൾ തമ്മിലുള്ള ബന്ധം അവസാനിച്ചു. ഓക്കേ? ഓക്കേ. ഹോസ്പിറ്റലിൽ സന്തോഷ വാർത്തയായിരിക്കും. യെസ്, കറക്റ്റ്. ഹേമാന്റിയെ വിളിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ? മോളെ, അയ്യോ ആന്റി, എന്തു പറ്റി? ആന്റി എന്തിനാ കരയുന്നേ? മോളെ, അരവിന്ദ് ബൈക്കിൽ പോയപ്പോ ഏതോ മഹാഭാവി ഇടിച്ചിട്ടിട്ട് പോയി മോളെ.
ആന്റി എന്നിട്ട് അരവിന്ദന് ഇപ്പൊ എങ്ങനെയുണ്ട്? ഹോസ്പിറ്റലില്ല, ഒബ്സർവേഷനില്ല. എനിക്ക് പേടിയാവുന്നു. അവൻ നമ്മളെയൊക്കെ വിട്ടു പോകുന്നൊക്കെ ഒരു അനാവശ്യ ചിന്തകൾ വരാ മോളെ. ആ, ആന്റി അങ്ങനെയൊന്നും പറയല്ലേ. അരവിന്ദനെ ഏത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തേക്കുന്നേ? എസ് ഹോസ്പിറ്റലാ. ഞാനിവിടെ ഉണ്ട്. മോളൊന്ന് പെട്ടെന്ന് വരുമോ? മോളെ കണ്ട എനിക്കൊരു ധൈര്യം, ആശ്വാസം. ഞാൻ ഇപ്പൊ വരാം ആന്റി. ധൈര്യമായിട്ടിരിക്കണം, പേടിക്കണ്ട. ശരി മോളെ. എന്താ നോക്കുന്നത്? ഉർവശി, ശോഭന മാഡം, മഞ്ജു ചേച്ചി, ഇവരുടെയൊക്കെ അഭിനയം കണ്ട് ഞാൻ കണ്ണു തള്ളിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ദാ ഇപ്പോ മാഡത്തിന്റെ അഭിനയം. മനസ്സിൽ ആഗ്രഹിക്കുന്നത് നടക്കണമെങ്കിൽ കുറച്ച് അഭിനയിച്ചേ പറ്റൂ ബാബുക്കുട്ട. അപ്പൊ ഓക്കെ. മാഡം ഒരു മിനിറ്റ്. ഇനിയും ഇതുപോലെ കൊട്ടേഷൻ ഉണ്ടെ പറയണം. ഇനി ആവശ്യം വരുമെന്ന് തോന്നുന്നില്ല. ആവശ്യം വന്നാ വിളിക്കാം. ഓക്കെ മാഡം. അച്ഛാ, ബാലുമാമൻ, ബാലുമാമൻ. അയ്യോ, അച്ഛാ. ഏയ്, അച്ഛാ. മാമൻ, അച്ഛാ സമാധാനായിട്ടിരിക്കെ. വല്യേട്ടന് ഒന്നും ഉണ്ടാവില്ല. ബാലുമാമൻ, ബാലുമാമൻ ഇങ്ങനെ കരഞ്ഞ ഞങ്ങൾ തളർന്നു പോവും. ഈ സമയത്ത് വിശ്വാസവും ധൈര്യവും കൈവിടരുത്. പിടിച്ചു നിൽക്കണം. ഞാനല്ലേ ബാലമാമൻ. അച്ഛ പ്ലീസ്. മതി. ചെയ്യേണ്ടതെല്ലാം ചെയ്തു വെച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ ഒന്ന് കരയുന്നോ? അമ്മ എന്താ വിചാരിച്ചേ? അമ്മയ്ക്ക് മാത്രമേ വിഷമമുള്ളൂന്നോ? വല്യേട്ടനെ ഓർത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് സങ്കടം. നിർത്തടി. സങ്കടമാണോ സന്തോഷമാണോ എന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാടി. ദേ, എല്ലാണ്ടോ ഇവിടുന്ന് പൊക്കോണം. എന്റെ കൺമുന്നിൽ ഒറ്റ ഒരെണ്ണത്തിനെ കാണരുത്. എന്റെ മോനെ എങ്ങനെ രക്ഷിച്ചെടുക്കണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ശ്രേയമോട് വരുന്നുണ്ട്. ഞങ്ങൾ നോക്കിക്കോളല്ല. പോ ഇവിടുന്നില്ല. ഇപ്പൊ പോണം ഇവിടുന്നില്ല. പോവാൻ